ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ, അതിപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ, അങ്ങനെ ആരും വേണമെങ്കിലും ആവാം. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് സഹായിക്കുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആലോചിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സൈനുകളാണ് അതിനുള്ളത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ കാണും എന്നുള്ളതാണ്. എപ്പോഴും കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്. അതല്ലാതെ എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമോ കണ്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. അതായത് നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വപ്നത്തിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, അതായത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ അവരെ കുറിച്ച് സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കണ്ടു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ കാണുന്നുണ്ടാവില്ല, ബട്ട് പിറ്റേ ദിവസം നിങ്ങൾ കണ്ടുവന്ന് വരാം. അങ്ങനെ ഇത്തരത്തിൽ നിരന്തരമായി നിങ്ങൾ അവരെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവുക. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ കാണുന്നു എന്നുള്ളതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആയിരിക്കാം, ബർത്ത്ഡേ എന്ന് പറയുന്നില്ല, അത് സ്വാഭാവികമായും ഓർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ ചിലപ്പോൾ അവർ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന വളരെ ചെറിയ ദിവസങ്ങൾ പോലും അവരെ ആലോചിച്ച് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്ത ഡേ ആയിരിക്കാം, നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസം, അതല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇട്ടിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടുമുട്ടിയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് അല്ലെങ്കിൽ അവർ ഓർമ്മിച്ച് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളെക്കുറിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ പോലും ആ വ്യക്തി ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളോടത് പറയുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ പോയിന്റ്സും ഓരോ കാര്യങ്ങളും അവർക്ക് ആലോചിച്ച് പറയാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പുറത്ത് വെച്ചൊക്കെ അവരെ കണ്ട പോലെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പാസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ, ആ ഒരു ടൈമിൽ ഇത് അവരാണോ പോയത്, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ആ പേഴ്സൺ ഇവിടെ എവിടെയോ ഉണ്ട്, അയാളെ ഞാൻ ഇവിടെ എവിടെയോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും എവിടെയൊക്കെയോ അയാളുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്മെല്ല് വരുന്ന സമയത്ത് ഇത് അവരുടെ സ്മെല്ലാണ്, ഇങ്ങനെയൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും, ഇത് കാണുന്ന ആളുകൾക്ക് തന്നെ ഇതിന്റെ അനുഭവം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ അവർ യൂസ് ചെയ്യുന്ന സ്പ്രേയുടെ സ്മെല്ലായിരിക്കാം, അപ്പൊ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലരുടെ ബോഡിക്ക് ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, സോ ആ സ്മെല്ലൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും അവരെവിടെ എവിടെയോ ഉണ്ട് എന്നൊരു തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുക. അവരെ പോലെ തന്നെ വേറെ ആരെയോ നമ്മൾ കാണുക, ചിലപ്പോൾ അവരുമായിട്ട് സാമ്യമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് അവരാണെന്നുള്ളത് തോന്നും. ഇങ്ങനെ പല അനുഭവങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവരെ കാണുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അവരുടെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വരാം, പക്ഷെ അത് വളരെ ചെറിയ രീതിയിലാണ്. അവർ നിങ്ങളെ കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവരുടെ എനർജി കിട്ടുക. സോ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അവരെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തു പോകുമ്പോഴൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ അവരിൽ നിന്നും കോൾ മെസ്സേജ് ഒക്കെ വരും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈം വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ സംസാരിക്കാം എന്നുള്ളത്. അവർ ചിലപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടും അത് ശീലമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ ആ ഒരു ടൈമിൽ മാത്രമാണ് അവർ വിളിക്കുള്ളൂ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുള്ളൂ, അങ്ങനെയാവും നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ടാവുക. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് പകൽ സമയത്തൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടാവും. അതായത് നമ്മൾ സാധാരണ വിളിക്കാത്ത ആ ഒരു ടൈമിലായിരിക്കും ഇവർ വിളിക്കുക, മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നത് കൊണ്ടും നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടുമാണ്. അതായത് നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് അവർ നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ആദ്യമൊക്കെ തോന്നുമ്പോൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ, അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്,
ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവർ നിങ്ങളെ വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവർ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, അത് അവർക്ക് അറിയുന്നുണ്ടായിരിക്കും, അവർ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഒരുപാട് റീൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പൊ അവർ റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായി കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റീൽസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. ഇങ്ങനെ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ റീൽസ് അവർ കാണുമ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അയച്ചു തരികയാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി ആ റീൽസ് കണ്ടപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചു എന്നുള്ളതാണ്. അതായത് ആ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങളെക്കുറിച്ചായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടാവുക. സോ ഇത്തരത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരിക, മീൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളൊരു ഒട്ടും ആലോചിക്കാത്തൊരു പേഴ്സൺ ഒരിക്കലും നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനെ ആലോചിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് നമുക്ക് ഇങ്ങനെ വീഡിയോസ് അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവുക. സോ ഈ ഒരു രീതിയിലുള്ള ബിഹേവിയറും അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സൈനുകൾ നിങ്ങളൊന്ന് നോക്കുക. ഇപ്പൊ നിങ്ങൾ ആ ഒരു പേഴ്സണുമായി ഇഷ്ടത്തിലാണെങ്കിൽ, അതല്ലെങ്കിൽ ഞാനിപ്പോഴും പറയുന്നു, ഒരിക്കലും നിങ്ങളെ പ്രണയിക്കുന്ന പേഴ്സൺ തന്നെ ആവണം എന്നില്ല, നിങ്ങളുടെ ഫ്രണ്ടോ അങ്ങനെ ആര് തന്നെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നില്ല. നിങ്ങളും അവരെക്കുറിച്ച് ഒരുപാട് ആലോചിക്കാറുണ്ട്, അതേപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കുക. ഇനി മുതൽ അങ്ങോട്ട്, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയണ്ടാവില്ല നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട് എന്ന് അവർ പറയണ്ടാവില്ല. പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള കാര്യമാണ് ഇത് അറിയണം എന്നുള്ളത്. അത് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്